എല്ലാ സ്നേഹം നിറഞ്ഞ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അതിന് മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന ഒരു ബ്രഹ്മാണ്ഡ പാൻ ചിത്രം, ഇതിഹാസ ചിത്രമാണ്. അതിൻ്റെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. മുംബൈയിൽ നടന്ന അവസാന ഷെഡ്യൂളോടെയാണ് ചിത്രം പൂർത്തിയായത്. ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഈ അവസരത്തെ ഒരു വലിയ കേക്ക് മുറിക്കൽ ചടങ്ങോടെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. ചിത്രം ഏതാണെന്ന് അറിയാം, വൃഷഭ. വൃഷഭ ടീമിന്റെ മാസങ്ങളുടെ കഠിനാധ്വാനം, അർപ്പണബോധം, സൃഷ്ടിപരമായ സഹകരണം എന്നിവ ആഘോഷിച്ച ചടങ്ങ് ഒരേ സമയം ആവേശം നിറഞ്ഞതും വൈകാരികവുമായിരുന്നു. പ്രശസ്ത സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. വലിപ്പം, ആകർഷകമായ കഥ പറച്ചിൽ, താരനിര എന്നിവയോട് വലിയ ശ്രദ്ധ നേടുന്ന ഈ ചിത്രം ആക്ഷനും വൈകാരികതയ്ക്കും ഭാരതീയ പുരാണ കഥ എന്നിവയുടെ ഒരു സവിശേഷമായ യോജിപ്പോടെ പ്രേക്ഷകരെ നാടകീയമായ സംഭവവികാസങ്ങളുടെയും വിസ്മയകരമായ ഒരു ദൃശ്യ അനുഭവത്തിൻ്റെയും ലോകത്തേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഈ സിനിമ മലയാളത്തിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ച ഈ സിനിമ പാൻ ഇന്ത്യൻ തലത്തിലും ആഗോള തലത്തിലും വമ്പൻ സിനിമാനുഭവം ഉറപ്പാക്കുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അത് മോഹൻലാലിനോടൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും അണിനിരക്കുന്ന ഒരു സിനിമയാണിത്. മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഗംഭീര ഛായാഗ്രഹണം കൊണ്ടും സാങ്കേതികമായി പ്രേക്ഷകർക്ക് അതിശയകരമായ ഒരു കാഴ്ച അനുഭവമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്ന വൃഷഭ സിനിമാ വ്യവസായത്തിലെ മുൻനിര വിഷ്വൽ എഫക്റ്റുകളും എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയുമായി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്കാണ് കടന്നിരിക്കുന്നത്. ഒരു നല്ല സിനിമയുടെ മികച്ച അതിരുകൾ മറികടക്കുന്ന ചിത്രമാക്കി വൃഷഭയെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ. 2025 ദീപാവലി റിലീസിനായിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ 5 ഭാഷകളിലാണ് എത്താൻ പോകുന്നത്: തെലുങ്ക്, മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ. ഈ സിനിമ ഇന്ത്യയിലുടനീളവും കൂടാതെ വിദേശ വിപണിയിലും ഒരു ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ശോഭ കപൂർ, എക്ത ആർ കപൂർ, CK പത്മകുമാർ, വരുൺ മാത്തർ, സൗരഭ് മിശ്ര, അഭിഷേക് വ്യാസ്, ജൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്ന് നിർമ്മിച്ച വൃഷഭ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ തുല്യമായ ഒരു കഥ പറച്ചിലിനെ പുനർനിർവചിക്കാൻ പാകത്തിനാണ് ഒരുക്കുന്നത്. ഈ സിനിമ മറക്കാനാവാത്ത ഒരു സിനിമയുടെ അനുഭവം ഉറപ്പാക്കാനാണ് തിരക്കഥയും വമ്പൻ സെറ്റുകളും മുതൽ ചിത്രത്തിന്റെ ഓരോ വശവും സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്താണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കായി ചിത്രം തയ്യാറെടുക്കുമ്പോൾ ആരാധകർക്കായുള്ള എക്സ്ക്ലൂസീവ് കാഴ്ചകളും ബിഹൈൻഡ് ദി സീൻ ഉള്ളടക്കം, ചിത്രത്തിന്റെ റിലീസിലേക്ക് നയിക്കുന്ന ആവേശകരമായ പ്രൊമോഷൻ ക്യാമ്പയിനുകൾ എന്നിവയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ യാത്ര തുടങ്ങിയ വൃഷഭയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇതിഹാസ ദൃശ്യാനുഭവം തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് അവർ പറയുന്നത്, അണിയറ പ്രവർത്തകർ. അടുത്തത് മോഹൻലാലിന്റെ ചിത്രം വരാൻ പോകുന്നത് പ്രഭാസ് നായകനായി എത്തുന്ന കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു. രുദ്ര എന്ന കഥാപാത്രമായാണ് ഇതിൽ പ്രഭാസ് എത്തുന്നത്. അക്ഷയ് കുമാർ ഉണ്ട് ഇതിൽ, കൂടാതെ മോഹൻലാൽ ഉണ്ട് ഇതിൽ. ചിത്രത്തിന്റെ പ്രധാന വേഷങ്ങളിലാണ് അക്ഷയ് കുമാറും മോഹൻലാലും എത്തുന്നത്. ഇതിന്റെ പ്രഖ്യാപനം മുതൽ മലയാളികൾക്കിടയിലും ശ്രദ്ധ നേടിയ കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ ഇപ്പൊ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രഭാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെതാണ് പോസ്റ്റർ. രുദ്ര എന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ റിബൽ സ്റ്റാർ പ്രഭാസ് എത്തുന്നത്. ഈ പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്ഷയ് കുമാറും മോഹൻലാലും ഇതിലൊരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മുകേഷ് കുമാർ സിംഗ് ആണ് സംവിധാനം നിർവഹിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണപ്പയുടെ ടീസർ അടുത്തുവരെ പുറത്തുവിട്ടിരുന്നു. ഇതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ശരത് കുമാറും മോഹൻ ബാബു തുടങ്ങിയ വമ്പൻ താരങ്ങൾക്കൊപ്പം മോഹൻലാൽ വേറിട്ട ഗെറ്റപ്പും ടീസറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 100 കോടി രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു.
ഈ സിനിമ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ഒരു ചിത്രം 1976 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഈ സിനിമ ഒരുക്കിയത്. ഹോളിവുഡ് ഛായാഗ്രഹണൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം. മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമ 2025 ഏപ്രിൽ മാസത്തിൽ ആണ് തിയേറ്ററിൽ എത്താൻ പോകുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ഗംഭീര ഗെറ്റപ്പുള്ള 2 സിനിമകൾ.